ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ ഈ പറയുന്നതൊന്നും ഒരു സത്യമില്ലാത്ത കാര്യങ്ങളാ. ഞാനും കിരണും തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും ഇല്ല. അത് ഞാൻ ഇതിനു മുന്നേ എല്ലാവർക്കും മുന്നിൽ സത്യം ചെയ്ത് പറഞ്ഞതല്ലേ. ഓ, നിന്റെ ഒരു സത്യം ചെയ്യല് അതിനൊക്കെ എന്ത് വിലയാ ഉള്ളത്? അഷിയുടെ കല്യാണം നിശ്ചയത്തിന്റെ അന്ന് നിങ്ങൾ രണ്ടുപേരെയും കണ്ടിട്ട് പൂർണ്ണിമ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെന്ന്. അതെങ്ങനെ അവർക്ക് തോന്നി? സ്കൂളിൽ വെച്ച് പൂർണ്ണിമ ഇവരുടെ പ്രണയരംഗങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതല്ലേ അങ്ങനെ പറഞ്ഞത്. അങ്ങനെയല്ല, ചേച്ചി എന്നെ അന്നാണ് ആദ്യമായി നേരിൽ കണ്ടത്. അതൊക്കെ നീ ഇപ്പൊ പറയുന്നതല്ലേ. ഞങ്ങൾ അതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങുമെന്ന് വല്ല തോന്നലും നിനക്കുണ്ടെങ്കിൽ അത് നീ കൈ വെച്ചാ മതി. അവൻ തല കുനിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ? അത് തന്നെ വലിയ കള്ളത്തരോ. അതെ, ദുർഗ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കിരൺ എന്തിനാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അതിനൊരു ഉത്തരം വേണമല്ലോ. അത് പറ. അതെ, അതിന് മറുപടി പറ. നിങ്ങൾക്കതിനൊരു ഉത്തരം കിട്ടിയാ പോരെ? കിരൺ അതിന് മറുപടി പറയും. പറ മോനെ, ഇതെല്ലാം നീ മുറിയിൽ വെച്ചിരുന്നത് എന്തിനാ? ഇവൻ പറയില്ല. ഇവന്റെ കയ്യിൽ അതിന് ഒരു മറുപടിയില്ല. നീ പറയേണ്ട കിരണേ, ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇനി വെറുതെ ആരും ഉരുണ്ട് കളിക്കാൻ നോക്കണ്ട. ഇവര് തമ്മിൽ അടുപ്പമാണ്. ചീത്തപ്പേരുണ്ടാക്കുന്നതിന് മുമ്പ് ഇവൻ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഞാൻ പറയാം. ദുർഗ പറഞ്ഞത് സത്യമാ. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പൊ ഇതൊക്കെയോ? ഇതെല്ലാം ദുർഗ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നതാ. ആണോ ദുർഗെ? അതെ, ഞാൻ കൊടുത്തതാ. എന്തിന്? ഇതെല്ലാം നിനക്ക് നിന്റെ മുറി വെച്ചാ പോരെ? അവിടെ എന്താ സ്ഥലമില്ലേ? ഉണ്ട്, പക്ഷേ ഇതൊക്കെ എനിക്ക് മാറ്റിവെക്കാൻ തോന്നി. അതെന്തിനാന്നാ ചോദിച്ചത്? അത് സ്കൂളിലൊരു ആവശ്യത്തിന് വേണ്ടി, ഒരു പ്രോഗ്രാമിന് വേണ്ടി മാറ്റിവെച്ചതാ. ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായല്ലോ. വെറുതെ സമയം കളയാനായിട്ട്. എനിക്കിതൊന്നും അത്ര വിശ്വാസമായിട്ടില്ല. എന്നാലേ ഇപ്പൊ തന്നെ നീ ഇവരുടെ കല്യാണം നടത്തി കൊടുക്ക്. ഞാൻ പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. നിങ്ങൾ നിർബന്ധിച്ചാ നടന്നാലോ? നിങ്ങൾ രണ്ടുപേരും കിരൺ മുറിയിലില്ലാത്ത സമയം നോക്കി മുറി തുറന്ന് അകത്ത് കയറി അവന്റെ വസ്തുക്കൾ മോഷ്ടിച്ചു. കിരൺ കേസ് കൊടുത്ത രണ്ടുപേരും മോഷണക്കുറ്റത്തിന് ജയിലിൽ പോകും. ഓർത്തോ? നിന്ന് തിരിഞ്ഞു കളിക്കാതെ പൊക്കമല്ല. എന്താ നിങ്ങളോട് ഇനി പ്രത്യേകം പറയണോ? പൊക്കോ മോനെ. ഇതെല്ലാം എടുത്തോണ്ട് വെച്ചോ, അതോ ദുർഗ എടുത്തു വെക്കണോ? ഞാൻ വെച്ചോളാം. വന്നെടുത്ത് വെക്ക്.